സിപിഐഎം ബിജെപി ഡീൽ ആരോപണത്തിൽ ഇന്ത്യ സഖ്യ യോഗത്തിൽ വിശദീകരണം നൽകി രാഹുൽ ഗാന്ധി. സംസ്ഥാന നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. യോഗത്തിൽ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. സിബിഎസ്ഇ വിഷയം അടക്കമുയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ആഭ്യന്തര കലഹങ്ങൾക്കിടെ ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ ഏകോപനമില്ലായ്മയടക്കമുള്ള വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ ഉയർന്നു. ഇത് പരിഹരിക്കാൻ 2 മാസത്തിലൊരിക്കൽ സഖ്യയോഗം ചേരുന്നതടക്കമുള്ള 5 തീരുമാനങ്ങൾ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പ്രഖ്യാപിച്ചു. Agreed to send a letter to Chief Justice of India on SIR, vote loot and stealing elections. The letter to be delivered to the Chief Justice of India. സിപിഐഎം ബിജെപി ഡീലാരോപണത്തിൽ ജോൺ ബ്രിട്ടാസ് MP യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചു. തന്റെ പരാമർശം സംസ്ഥാന നേതാക്കളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം. വിഷയം നേരിട്ട് ചർച്ച ചെയ്യാമെന്ന് രാഹുൽ അറിയിച്ചതായി ജോൺ ബ്രിട്ടാസ് MP. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, താങ്കൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, ജനറൽ സെക്രട്ടറിയുടെ കത്ത് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്കും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാമെന്നുള്ള അങ്ങനൊരു സമീപനം കൂടി വന്നിരിക്കുന്നു. ബംഗാളിൽ കേന്ദ്രസേനയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ഭരണം തട്ടിയെടുത്തെന്ന് മമതാ ബാനർജി യോഗത്തിൽ പറഞ്ഞു. സഖ്യരൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച DMK എന്തുകൊണ്ടാണ് ഈ യോഗത്തിൽ ഇല്ലാത്തതെന്ന് വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന് അഖിലേഷ് യാദവ് വിമർശിച്ചു. വിമർശനങ്ങൾ പരിഹരിച്ചു മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു. ഓഗസ്റ്റ് 8 ഹൈദരാബാദിൽ അടുത്ത യോഗം ചേരും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.